നമസ്കാരം സാർ. ഹലോ സാർ, പ്ലീസ്. പറയൂ സാർ, എന്തൊക്കെയാണ് വിശേഷം? പറയൂ. PVC മെറ്റ ആർമിയില് ജോയിൻ ചെയ്യുന്നത് രാജേഷ് സാറിന് ഓക്കെ. ഒരു 25,000 PVC മെറ്റ ഹോൾഡ് ചെയ്യണം ആഗ്രഹമുണ്ട്. അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും പറഞ്ഞു. തീർച്ചയായും സാറേ, വളരെ നല്ലൊരു തീരുമാനമാണ് സാർ എടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സംസാരിക്കും. ഓക്കെ, നെഫ്റ്റി ടോക്കൺ വാങ്ങി ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ സാറേ? ശരി സാർ. ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സിസ്റ്റത്തെ സംബന്ധിച്ച് ഈ വർഷം ട്രേഡിംഗ് പെയറിലേക്ക് PVC മെറ്റ NFT ടോക്കൺ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. മാത്രമല്ല, ഇവിടെ ലോകത്തിൽ ആദ്യം ബേണിംഗ് പ്രോസസ്സിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിന്റെ 6 പ്രൊജക്ടിന്റെ പാർട്ണർ എന്നുള്ള രീതിയിൽ ഓരോ വ്യക്തിയും മാറുകയാണ്. 100 ദിവസത്തെ ബേണിംഗ് പ്രോസസ്സിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇപ്പോൾ താങ്കൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന PVC മെറ്റ എന്ന് പറയുന്ന ഈ മൾട്ടിപർപ്പസ് ടോക്കന്റെ വില വർദ്ധിക്കും. അങ്ങനെ ഏതൊരു സാധാരണക്കാരനും ഈ ഒരു ഡിജിറ്റൽ അസറ്റ് വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ അതിന് ലഭിക്കുന്ന ഗുണം എന്താണ്, നമുക്ക് ഭാവിയിൽ അതുകൊണ്ടുള്ള നേട്ടം എന്നുള്ളത് നമ്മുടെ കണ്ണൂരിന്റെ പ്രിയപ്പെട്ട മനീഷ് സാറിനോട് വളരെ വിശദമായി തന്നെ സംസാരിക്കും. പ്ലീസ് സാർ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു. എന്തായാലും രാജേഷ് സാറ് വലിയൊരു നല്ലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഷായ് സാർ അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം PVC മെറ്റയുടെ മൂല്യം 2022 ജൂലൈ 28-ന് 88 രൂപ ഉണ്ടായിരുന്നു. അത് 1370 USDTന്റെ പേരിലാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. 1370 മൂല്യം വരുന്നത്. അപ്പൊ ആ 2 ഡിജിറ്റിലേക്ക് എന്ത് തന്നെയായാലും സിസ്റ്റം എത്തിക്കുന്നത് സിസ്റ്റം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് സാറ് ഈ 25,000 PVC മെറ്റ വാങ്ങിച്ച് സ്റ്റേക്ക് ചെയ്തതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, അത് ഭാവിയിൽ ഇതിന്റെ മൂല്യം വർദ്ധിപ്പിക്കുമ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയി സാറിന് അത് മാറും. ഒരു സംശയമില്ലാതെ, കാരണം സിസ്റ്റം ഇന്നേ വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ സിസ്റ്റം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഗുണം എന്ന് വെച്ചാൽ, 25,000 PVC മെറ്റ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ട്രസ്റ്റ് വാലറ്റ് വഴി സ്റ്റേക്കിങ്ങിലേക്ക് ഇത് കൊടുക്കണം. സ്റ്റേക്കിങ്ങിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ 25,000 PVC മെറ്റ പിറ്റേ ദിവസം മുതൽ, ഇന്നാണ് സാറ് ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസം മുതൽ സാറിന് 50 PVC മെറ്റ ഡെയിലി റിവാർഡ് നൽകുകയും പ്രതിമാസം 1,500 PVC മെറ്റ സാറിന് പ്രോഫിറ്റ് ലഭിക്കും. പ്രതിമാസം 1,500 ഡെയിലി 50 PVC മെറ്റ. ആ PVC മെറ്റയുടെ മെച്യൂരിറ്റി ടൈം എന്ന് പറഞ്ഞാൽ 1000 ദിവസം കൊണ്ട്, നമ്മൾ എത്രയാണോ ഹോൾഡ് ചെയ്തിരുന്നത് അതിന്റെ ഇരട്ടി നമുക്ക് ലഭിക്കും. 1000 ദിവസം കൊണ്ട് 50,000 PVC മെറ്റയായി മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, അതായത് ഇത്രയും വില 1370, 1370 മൂല്യം ഉയർന്ന മെറ്റയാണ്. അങ്ങനെയാണെങ്കിൽ സാർ ഇന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഈ PVC മെറ്റയുടെ മൂല്യം ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ, ഈ PVC മെറ്റയുടെ മൂല്യം ഒരു 100 രൂപ ആവുകയാണെങ്കിൽ സാറിന് എന്ത് തന്നെയായാലും 50,000 PVC മെറ്റ കിട്ടുമല്ലോ. സാറിന് ലഭിക്കാവുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ. നമ്മൾ ഇന്ന് ചെലവാക്കുന്ന രൂപ അത് അതിന്റെ വർധനവ് തുടങ്ങി. ചുരുങ്ങിയ വെറും 100 രൂപയായി കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയാണ് സാറിന് ലഭിക്കാൻ പോകുന്നത്. അത് ആ സമയത്ത് സാറിന് സെല്ല് ചെയ്യാനുള്ള ഒരു അവസരം സിസ്റ്റം തരും. അങ്ങനെയാണെങ്കിൽ ഈ PVC മെറ്റയുടെ മൂല്യം ഒരു 200 രൂപയാവുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി, 50 ലക്ഷത്തിന്റെ ഒന്നുകൂടെ ഇരട്ടി, 1 കോടി രൂപയാണ് സാറിന് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റയുടെ മൂല്യം 400 രൂപയാണ് ആകുന്നതെങ്കിൽ 2 കോടിയാണ് സാറിന് ലഭിക്കാൻ പോകുന്ന പ്രോഫിറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 50,000 PVC മെറ്റയ്ക്ക് ഒരു 500 രൂപയാവുകയാണെങ്കിൽ 2.5 കോടി. നമ്മൾ ഇന്ന് ചെലവാക്കുന്ന തുക 2.5 കോടി. ഇപ്പം ഒരു മാസമോ 2 മാസമോ 5 മാസമോ അങ്ങനെ കഴിയുമ്പോൾ ഇതിന്റെ മൂല്യം വർദ്ധിച്ചതിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ 2.5 കോടിയാണ് സാറിന് ലഭിക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും പ്രോഗ്രാം പറയുന്നുണ്ട് 2 ഡിജിറ്റിന്റെ മുകളിലേക്ക് എത്തുമെന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രോഗ്രാമും പറഞ്ഞത് ഒരു 1000 എന്ന ലെവലിൽ മെറ്റയുടെ മൂല്യം ഉയർന്നു വെച്ചു പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാം. അത് 1370 കടന്നതിന് PVC മെറ്റയുടെ മൂല്യം. അങ്ങനെയാണെങ്കിൽ ഈ 1000 നില ആ ഒരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ സാറിന് ലഭിക്കാൻ പോകുന്നത്, ഇന്ന് സാറ് ചെലവാക്കുന്ന ആ ഒരു എമൗണ്ട് സ്റ്റേക്ക് ചെയ്ത PVC മെറ്റയുടെ മൂല്യം 5 കോടി രൂപയാണ് സാറിന് ലഭിക്കാൻ പോകുന്നത്. ഇതാണ് ഈ ഒരു ക്രിപ്റ്റോ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതായത് മൂല്യം തീർച്ചയായിട്ടും വർദ്ധിക്കും.
അപ്പോൾ ഇന്ന് ഈ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ഉചിതമായിട്ടുള്ള തീരുമാനമാണ് സാർ. കാരണം ഈ ഒരു സമയത്ത് എന്ത് വേണം, നമ്മൾ കൃത്യമായിട്ട് സ്റ്റേക്കിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യണം. ആ സ്റ്റേക്കിംഗ് ചെയ്ത PVC മറ്റേ ഇരട്ടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ട ഒരു വലിയൊരു അവസരമാണ് സിസ്റ്റം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ 85 ലക്ഷത്തിലധികമുള്ള അക്കൗണ്ട് വാലറ്റ് ഹോൾഡേഴ്സിലേക്ക് PVC മെറ്റ എത്തിക്കാനാണ് സിസ്റ്റം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കിട്ടിയ അവസരം തീർച്ചയായിട്ടും സാർ ഈ സമയം ഉപയോഗിക്കുന്നതിന് വളരെയേറെ നന്ദി അറിയിക്കുന്നു സാറേ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് സാർ. തീർച്ചയായും സാറിന്റെ ഒരു തീരുമാനം വളരെ നല്ല ഒരു സമയത്താണ്. കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു മേഖലയെ കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് വാർത്തകളിലൂടെയാണ് നമ്മൾ ഓരോ വ്യക്തികളും സഞ്ചരിക്കുന്നത്. സാർ ഇതിനെ വിശ്വസിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് സാർ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയൊരു പ്രചോദനം നൽകുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ബേണിംഗ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണെങ്കിൽ സാധാരണ ആളുകൾക്കിടയിലേക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വലിയ ധാരണകളില്ലാത്ത ഒരു കാര്യമാണ്. ബേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം, ഏതൊരു ബിസിനസ്സിലും അതിന്റെ വില കയറ്റവും ഇറക്കവും എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. പറയാം, നമുക്ക് ഏത് പ്രൊഡക്റ്റിന്റെ കാര്യം അങ്ങനെയാണ്. ക്രിപ്റ്റോ കറൻസി മേഖലയിലെ ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ള ലിക്വിഡിറ്റിയിൽ നിന്നും പകുതി അധികമെങ്കിലും നശിപ്പിക്കുന്ന രീതിയാണ് ബേണിംഗ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു സിസ്റ്റമാണ്, ഒരു കമ്പനിയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടെ പേൾവെൻ ഇന്റർനാഷണൽ ഈ ഒരു 6 പ്രൊജക്റ്റിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയെയും അതിന്റെ പാർട്ണറായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഈ ഒരു പാർട്ണർ തന്നെയാണ് ബേണിംഗ് പ്രോസസ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ലോകത്തിലെ ആദ്യത്തെ ഒരു അനുഭവം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഈ ഒരു പ്രോസസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 1000 PVC മെറ്റ വാങ്ങിച്ച് ഹോൾഡ് ചെയ്തു. അതിനുശേഷം ടോക്കൺ ഫാമിംഗിലേക്ക് കയറി വരുന്നത് 100 USDT ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെ 100 USDT മുതൽ 200 USDT വരെ വാങ്ങി ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ ബേണിംഗ് പ്രോസസ് ഈ ഒരു പാർട്ണർ അദ്ദേഹം പോലും അറിയാതെ ചെയ്യുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? 100 മുതൽ 200 USDT വരെ ഒരു വ്യക്തി വാങ്ങി ഹോൾഡ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് അതിന് തുല്യമായി ലഭിക്കുന്ന PVC മെറ്റയുടെ, അതായത് ഒരു ടോക്കൺ പ്രവർത്തിക്കുന്നത് എപ്പോഴും ഒരു സ്റ്റേബിൾ കോയിന്റെ പേരിലായിരിക്കും പ്രവർത്തിക്കുക. ഇവിടെ USDT, ഡോളറിന് സമാനമായ USDT ആണ് ഇതിന്റെ പേരെന്ന് പറയുന്നത്. 200 USDT വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വർക്കിലേക്ക് വരുന്ന സമയത്ത് ഇതിന് തുല്യമായി നമുക്ക് ലഭിക്കുന്ന PVC മെറ്റയുടെ എണ്ണം, ആ എണ്ണത്തിന്റെ 5% ബേണിംഗ് പ്രോസസ്സിന് വിധേയമാകുന്നത്. അതായത് ആകെ തുകയിൽ നിന്നും 5% നശിപ്പിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും ഈ 200 എണ്ണത്തിൽ നിന്നും 5% നശിപ്പിക്കപ്പെടുമ്പോൾ അതിന് അത്രയും ഡിമാൻഡ് കൂടുകയാണ്. പറഞ്ഞ മനസ്സിലായി? അങ്ങനെയാണ് ഇതിന്റെ പാർട്ണർ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തിക്ക് ഇടപെടാനുള്ള ഒരു അവസരം പേൾവെൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ സാറ് തെരഞ്ഞെടുത്ത ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ന് വരെ നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്ത ഒരു രീതിയിലുള്ള ഒരു പ്രോഗ്രാം അല്ല. അപ്പോൾ സാറിനോട് ഈ ഒരു വിഷയം സംസാരിച്ചത് സുധീർ സാറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ ഒരു പുതിയ മാർഗം കാണിച്ചു തരുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു ടീമായി നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റിലേക്ക് പോകുവാൻ പേൾവെൻ ഇന്റർനാഷണൽ നിങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സുധീർ സാർ. താങ്ക് യു. Sorry.